ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഇൻവിസിബിൾ മാല എങ്ങനെ കുറഞ്ഞ റേറ്റിൽ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇൻവിസിബിൾ മാല ഇടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ? നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഓൺലൈനിലായാലും എവിടെയും നമുക്ക് ആ റേറ്റിലൊന്നും കിട്ടത്തുമില്ല. എന്തായാലും 100, 120, 150, 200 ആ ഒരു റേഞ്ചിലാണ് മീഷോയിലായാൽ പോലും നമുക്ക് ഇൻവിസിബിൾ നെക്ലേസ് കിട്ടുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഒരു ഇൻവിസിബിൾ നെക്ലേസ് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് നോക്കുന്നത്. ഗ്ലാസ് ഷീറ്റിന് പകരം ഞാനിവിടെ എടുത്തിട്ടുള്ളത് എൻ്റെ കുട്ടിയുടെ ഒരു ടോയ് വന്നിട്ടുള്ള ഒരു ബോക്സിൻ്റെ ഒരു കവറിൻ്റെ കുറച്ച് ഭാഗമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ആദ്യം വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ അത് ഞാൻ ചതുരത്തിൽ വെട്ടിയെടുത്തിട്ട് കുറച്ച് ഗ്ലൂ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഇങ്ങനെ ഒരു ഫ്ലവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലതുപോലെ ഉണങ്ങാൻ വെക്കാം. ഇതുപോലെ 2 ഫ്ലവർ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ പിന്നിലായിട്ട് ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പേപ്പർ ഉണ്ടല്ലോ, അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് തുണിസഞ്ചി ഉപയോഗിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ വീഡിയോയുടെ ആദ്യം കാണിച്ചിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം നമുക്കിതിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് ബാക്കിൽ അതൊട്ടിച്ച് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഐപ്പിൻ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ 2 എണ്ണം ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറകുവശം ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മൾ ഗ്ലാസ് ഷീറ്റ് വെച്ച് ചെയ്യുന്ന അതേ പെർഫെക്ഷനിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 2 എണ്ണമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മേക്ക് ചെയ്യുന്നൊരു മാലയാണിത് കേട്ടോ. ഐപ്പിന് പകരമായിട്ട് ഞാനൊരു കമ്മലിനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് കമ്പി വളച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. പ്ലെയർ വെച്ചിട്ട് ചെറിയ രീതിയിൽ നമ്മളിത് വളച്ച് 2 എണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അത് പുറകുവശത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഐപ്പിൻ എങ്ങനെയാണോ പുറകിൽ ഒട്ടിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിതും ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ 2 എണ്ണം നമ്മളിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നല്ലതുപോലെ ഉണങ്ങാൻ വെക്കണം കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും. ഇങ്ങനെ 2 എണ്ണവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ തുണിസഞ്ചി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം ചതുരത്തിൽ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് ഞാൻ പുറകിലായിട്ട് ഒട്ടിച്ചിട്ട് അതിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ലോക്കറ്റിൻ്റെ പിന്നിലായിട്ട് കുറച്ച് ഗ്ലൂ തേച്ചിട്ട് പേപ്പറിലേക്ക് ഇങ്ങനെ നമ്മൾ പതിയെ ഒട്ടിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ആ ഹോള് മുകളിൽ വരുന്ന രീതിയിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ 2 ലോക്കറ്റ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ട് ആ പൂവിൻ്റെ ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാനത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ പുറകുവശം കാണിച്ചു തരാം. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഇൻവിസിബിൾ നെക്ലസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് സാധാ ഇൻവിസിബിൾ മാല ഉണ്ടാക്കുന്ന മെത്തേഡിൽ നമ്മുടെ ഗിയർ വയർ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങാൻ അഫോർഡബിളായിട്ട് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ 2 എണ്ണം ഞാൻ ഇൻവിസിബിൾ മാല ഉണ്ടാക്കുന്ന മെത്തേഡിൽ ചെയ്തിട്ടുണ്ട്. ഇൻവിസിബിൾ മാല മേക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കയറി കാണണം. ഇനി നമുക്ക് ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഗിയർ ലോക്ക് വെച്ചിട്ട് പുറകിൽ ഞാൻ വളയോ ഒന്നും കൊടുക്കുന്നില്ല. അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് ലോക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്കതിനകത്തൊരു കൊളുത്ത് ഇടാൻ പറ്റുന്ന ഒരു ഗ്യാപ്പ് കിട്ടും. കൊളുത്തൊന്നും ഞാൻ വാങ്ങിയതല്ല കേട്ടോ. അപ്പോൾ ഒരു പഴയ മാലയുടെ കൊളുത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, മാലയുടെ അല്ല, ഒരു കൊലുസിൻ്റെ കൊളുത്താണ്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കിങ്ങനെ
ഒരു ഇൻവിസിബിൾ നെക്ലസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.